അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൃതദേഹം കോൺഗ്രസ് ദേശീയ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം നാളെ നടക്കും. മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിൽ രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ജൻപഥിലെ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വസതിയിൽ നിന്ന് നിതിൻ അംബുജൻ ചേരുകയാണ്. നിതിൻ, നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ചരിത്രം നോക്കിയാൽ അത് മൻമോഹൻ സിംഗിന് മുൻപും ശേഷവും എന്ന ഒരു അടയാളപ്പെടുത്തലിലേക്ക് പോകേണ്ടി വരും. ഒപ്പം തന്നെ ഒരു അധ്യാപകനായ ജീവിതം ആരംഭിച്ച പ്രധാനമന്ത്രി പദം വരെ എത്തിയ മൻമോഹൻ സിംഗിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെയും അതിശയിപ്പിക്കുന്നതാണ്. അത്രയേറെ വൈവിധ്യമാർന്ന പല പദവികളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം ഏറ്റവും മികവ് പുലർത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് ജൻപഥിലാണെന്ന് മനസ്സിലാക്കുന്നു. ഒരിക്കൽ 10 ജൻപഥിൽ നിന്ന് ജൻപഥിലേക്ക് അദ്ദേഹം പദവികൾ ഒഴിഞ്ഞ ശേഷം മാറുന്നു. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ പ്രമുഖ നേതാക്കളാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്? ക്രിസ്റ്റീന, ഞാനിപ്പോൾ നിൽക്കുന്നത് ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ ജൻപഥിലാണ്. അതായത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് കഴിഞ്ഞിരുന്ന വസതിയാണ് ഇത്. എനിക്ക് പിന്നിലുള്ള ഈ വസതി ഇന്നലെ രാത്രി ഏറെ വൈകിയും രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാം ഇവിടെ വന്ന് അനുശോചനം അറിയിച്ചിരുന്നു. ഏതാണ്ട് 12:30 കൂടിയാണ് മൻമോഹൻ സിംഗിന്റെ മൃതദേഹം ജൻപഥിലെ ഈ വസതിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ബൽഗാവിൽ നിന്നുള്ള രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ളവർ ബൽഗാവിൽ നിന്ന് ഏതാണ്ട് 2 മണിയോടെ തന്നെ ഇവിടെ എത്തി നേരെ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തുകയാണ് ചെയ്തത്. അതിനുശേഷം നേതാക്കളടക്കം കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ എന്തായാലും മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചിരുന്നു. ഇന്ത്യ കണ്ട പ്രഗത്ഭനായ സാമ്പത്തിക വിദഗ്ധൻ, അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി, അങ്ങനെ നമ്മുടെ പ്രമുഖരുടെ എല്ലാം വാക്കുകൾ ആ നിലയിലായിരുന്നു. കാരണം ഒരു പ്രധാനമന്ത്രി എന്നതിലുപരി ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നീ പദവികളെല്ലാം തന്നെ എന്തായാലും മൻമോഹൻ സിംഗ് അറിയപ്പെട്ടിരുന്നു. നമുക്കറിയാം, നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ മൻമോഹൻ സിംഗിന് ശേഷവും മൻമോഹൻ സിംഗിന് മുൻപ് എന്ന നിലയിൽ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ നിലയിലുള്ള, കാരണം അത്രയേറെ സാമ്പത്തികമായി ഇന്ത്യ തകർന്നിരിക്കുന്ന ഘട്ടത്തിലായിരുന്നു ഒരു ഘട്ടത്തിൽ സാമ്പത്തിക വിദഗ്ധ എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നത്. 1991 അദ്ദേഹം ഇന്ത്യയുടെ ധനമന്ത്രിയാവുന്ന ഘട്ടത്തിൽ അത് ഒരു ചരിത്രമായി തന്നെ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അദ്ദേഹം പ്രധാനമന്ത്രി പദവിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ 7 പ്രധാനമന്ത്രിമാർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഒരുപക്ഷെ അന്നത്തെ പ്രധാനമന്ത്രിമാർ മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള, ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള അന്നത്തെ പ്രധാനമന്ത്രിമാർ സ്വീകരിച്ച സാമ്പത്തിക നയത്തിന് കരുത്തു പകർന്നത് മൻമോഹൻ സിംഗിന്റെ നയങ്ങളും അതോടൊപ്പം തീരുമാനങ്ങളുമായിരുന്നു. എന്തായാലും ആ നിലയിലടക്കം പേരുകെട്ട ഒരു വ്യക്തി പിന്നീട് 1991 അദ്ദേഹം മന്ത്രിയാകുന്നു. അതിനുശേഷം പിന്നീട് പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കരിയർ മുന്നോട്ട് പോയത്. ആ ഒരു പൊളിറ്റിക്കൽ ഗ്രാഫും അതോടൊപ്പം തന്നെ ഒരു സാമ്പത്തിക തന്ത്രജ്ഞൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഉയർച്ച പിന്നീട് പല ഘട്ടത്തിലും ഇന്ത്യക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന പല നേട്ടങ്ങൾക്കും അദ്ദേഹത്തിന്റെ പേരുകൾ എഴുതി ചേർത്തിരുന്നു. 2004 മുതൽ 2014 വരെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. ഈ കാലയളവിലടക്കം വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷം എന്തായാലും മൻമോഹൻ സിംഗിനെ ഉയർത്തിയെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങളെ സംബന്ധിച്ചും അല്ലെങ്കിൽ സാമ്പത്തിക വീക്ഷണത്തെ സംബന്ധിച്ചും ഏവർക്കും ഒരു തരത്തിൽ പോലും ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. നരേന്ദ്രമോദി പിന്നീട് 2014 ശേഷം പ്രധാനമന്ത്രിയായ പല ഘട്ടങ്ങളിലും മൻമോഹൻ സിംഗിനെ താരതമ്യം ചെയ്തുകൊണ്ട് പല വിമർശനങ്ങൾ ഉന്നയിച്ചെങ്കിലും സാമ്പത്തിക വിദഗ്ധരടക്കം ഉന്നയിച്ചത് മൻമോഹൻ സിംഗിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക നയങ്ങളും സാമ്പത്തികപരമായ ഇന്ത്യയുടെ നേട്ടങ്ങളെല്ലാം തന്നെ അത് എപ്പോഴും ഒരു താരതമ്യം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എന്ന നിലയിൽ തന്നെയായിരുന്നു. എന്തായാലും പിന്നീടുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. നിലവിലിപ്പോൾ കഴിഞ്ഞ ദിവസം മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിന് ശേഷം നേതാക്കളടക്കം പ്രതികരണമായി രംഗത്ത് വന്നിരുന്നു. എന്തായാലും വലിയ നഷ്ടം എന്ന നിലയിൽ തന്നെയാണ് നേതാക്കൾ ഈ ഒരു വിയോഗത്തെ സംബന്ധിച്ച് എന്തായാലും നേതാക്കളടക്കം പ്രതികരണമുണ്ടായത്. നിലവിലിപ്പോൾ രാവിലെ 8 മണിയോടെ തന്നെ കൂടുതൽ നേതാക്കൾ ഈ ഒരു വസതിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തിയിരുന്നു. സോണിയാഗാന്ധിയും ഇന്നലെ രാത്രി ആരോഗ്യ പ്രശ്നങ്ങൾ അതെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് സോണിയാഗാന്ധിയും ഇവിടെ എത്തി അനുശോചനം അറിയിച്ചിരുന്നു. എന്തായാലും രാവിലെ 7 മണി മുതൽ തന്നെ കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തും. അതിനുശേഷം AICCയിലും ഒരു പൊതുദർശനമെല്ലാം തന്നെ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ട്. സമയക്രമം സംബന്ധിച്ച് ഇപ്പോഴും കോൺഗ്രസ് അത്തരം ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. വൈകാതെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ നേതാക്കൾ ഇന്ന് ഈ ഒരു വസതിയിലെത്തി അനുശോചനം രേഖപ്പെടുത്താനെത്തും. ഏതാണ്ട് 8 മണിയോടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി എന്നിവർ വരുമെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ രാത്രി ഏറെ വൈകിയും നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഈ
വസതിക്ക് മുൻപിലാകെ വന്നിരുന്നു. അതിനുശേഷമാണ് പ്രവർത്തകർ ഒന്നാകെ പിരിഞ്ഞുപോയത്. ഇന്നലെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് മൻമോഹൻ സിംഗിനെ കൊഴിഞ്ഞു വീണ മൻമോഹൻ സിംഗിനെ ഡൽഹി എയിംസ് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് 9:51 അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്ന മെഡിക്കൽ ബുള്ളറ്റിനാണ് പിന്നീട് നമുക്ക് പുറത്തു വന്നത്. അതിനുശേഷം നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഡൽഹി എയിംസ് മുമ്പാകെ തടിച്ച് കൂടുകയും ഈ ഒരു വിയോഗം സംബന്ധിച്ച് താങ്ങാനാവാത്ത വിയോഗമാണെന്ന ഒരു നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവുമായിരുന്നു. കാരണം നിരവധി കോൺഗ്രസ് പ്രവർത്തകരുടെ എയിംസിലേക്ക് എത്തുകയും കണ്ണീരണിഞ്ഞുകൊണ്ട് എത്തുകയും പലരും മൻമോഹൻ സിംഗുമായുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതെല്ലാം നമ്മൾ കണ്ടിരുന്നു. എന്തായാലും ഒരു അധ്യായം കോൺഗ്രസ് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ സംബന്ധിച്ചും ഒരു അധ്യായം അടഞ്ഞു എന്ന് തന്നെ പറയാം. നമ്മുടെ മൻമോഹൻ സിംഗ് 33 വർഷം നീണ്ട പാർലമെന്ററി ചരിത്രത്തിന് ശേഷം അദ്ദേഹം പിന്നീട് ഏതാണ്ട് മാസങ്ങളായി വിശ്രമകാലത്തായിരുന്നു. ഇതിനിടെ ഈ കാലയളവിലെല്ലാം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മൻമോഹൻ സിംഗ് അലട്ടിയിരുന്നെങ്കിലും അദ്ദേഹം പല ഘട്ടങ്ങളിലും എയിംസിൽ ചികിത്സ തേടിയെങ്കിലും അദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരുന്നു. ഇന്നലെയും അത്തരമൊരു മടങ്ങിവരവ് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ എന്ന വാർത്തയാണ് ഏതാണ്ട് 10 മണിയോടെ തന്നെ എയിംസിൽ നിന്ന് പുറത്തുവന്നത്. എന്തായാലും നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് എന്നും അടയാളപ്പെടുത്തുന്ന ഒരു പേര് കൂടിയാണ് മൻമോഹൻ സിംഗ്. ഒരു മുഴുനീള രാഷ്ട്രീയക്കാരൻ എന്നതിലപ്പുറം ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ തന്നെയാണ് ലോകത്തിൽ മൻമോഹൻ സിംഗിനെ നമ്മൾ അടയാളപ്പെടുത്തുക. ക്രിസ്റ്റീന. നിതിൻ, ഒപ്പം തന്നെ നമുക്കറിയാം 1990കളുടെ തുടക്കത്തിലുള്ള ഇന്ത്യ വളരെയധികം സാമ്പത്തിക അരിഷ്ടതകൾ അതിലേക്ക് പൊക്കൊണ്ടിരുന്ന ഒരു രാജ്യം. ഇന്ത്യ തകർന്ന് തരിപ്പണമാകുമെന്ന് പലരും പ്രവചിച്ച ഒരു സമയം. ഗൾഫ് യുദ്ധം വരുന്നു, നമുക്ക് വിദേശ കരുതൽ നാണ്യ ശേഖരം തീരെ ഇല്ലാതാകുന്നു, ഇവിടേക്കുള്ള ഇറക്കുമതിക്ക് പണം കൊടുക്കാനില്ലാതെയാകുന്നു. അങ്ങനെ രാജ്യത്തിന്റെ സ്വർണം കൊണ്ട് വേൾഡ് ബാങ്കിൽ പണയം വെക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ ഇനി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇല്ല എന്ന് കരുതിയ പലരുമുണ്ട്. പക്ഷെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു തന്റെ വിശ്വാസം അർപ്പിച്ചത് ധനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിലാണ്. അന്ന് അദ്ദേഹത്തിന്റെ തീരുമാനമായിരുന്ന നവസാമ്പത്തിക നയം, ന്യൂ ഇക്കണോമിക് പോളിസീസ്, അതെങ്ങനെയാണ് ഇന്ത്യയെ പുതിയ നൂറ്റാണ്ടിലേക്ക് നയിച്ചത്, പിന്നീട് എങ്ങനെയാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 9% അതിനു മുകളിലേക്കും മാറിയത്, എങ്ങനെയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തുറക്കുകയും അതേസമയം തന്നെ ആഭ്യന്തര വ്യവസായങ്ങളെ അദ്ദേഹം കൃത്യമായ തന്ത്രങ്ങളോടുകൂടെ ബലപ്പെടുത്തുകയും ചെയ്തത്, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയിലെ സംഭാവനകൾ രാജ്യം മാത്രമല്ല ലോകവും എന്നും ആദരിക്കുന്നതാണ്. ലോകം എപ്പോഴും ഒരു മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ പട്ടിക എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ പേരുകളിൽ ഒന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റേതാകും. അപ്പോൾ തീർച്ചയായിട്ടും നിസ്സംശയം ഒരു യുഗം അവസാനിച്ചു എന്ന് നമുക്ക് പറയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ന് അവിടുത്തെ ചടങ്ങുകൾ എന്തൊക്കെയായിരിക്കും? നാളെയാണല്ലോ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ തന്നെ രാജ്യം ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നേരിടുന്ന ഘട്ടത്തിലാണ് നരസിംഹറാവുവിന്റെ അഭ്യർത്ഥന പ്രകാരം രാഷ്ട്രീയത്തിലേക്ക് മൻമോഹൻ സിംഗ് ഇറങ്ങുന്നതും. ഇതിനിടയിൽ സ്വന്തം പാർട്ടിക്കാരുടെ എതിർപ്പ് മറികടന്നാണ് നരസിംഹറാവു അത്തരമൊരു തീരുമാനമെടുത്ത് മൻമോഹൻ സിംഗിനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കിയത്. അതിനുശേഷം രാജ്യസഭയിലേക്ക് എത്തുന്നു, പിന്നീട് ധനമന്ത്രിയായി അദ്ദേഹം എത്തുന്നു. ഇതിനിടയിലെല്ലാം തന്നെ അദ്ദേഹത്തിന് നരസിംഹറാവുവിന് കൃത്യമായ ഒരു വീക്ഷണം എന്തായാലും മൻമോഹൻ സിംഗിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. അത് തെറ്റിയിരുന്നില്ല എന്ന് കാലം പിന്നീട് തെളിയിക്കുന്ന തീരുമാനമായിരുന്നു അന്നത്തേത്. നമുക്കറിയാം 91 ശേഷം പിന്നീട് അദ്ദേഹം 33 വർഷം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉണ്ടായിരുന്നു. അസംബ്ലിയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും അദ്ദേഹം രാജ്യസഭയിലെത്തി. ഇതിനിടയിലാണ് 2004 മുതൽ 14 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അതായത് 7 പ്രധാനമന്ത്രിമാരുടെ കാലത്ത് അദ്ദേഹം സാമ്പത്തിക ഉപദേഷ്ടാവായും സാമ്പത്തിക മേഖലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഈ പ്രധാനമന്ത്രിമാർ സ്വീകരിച്ച എല്ലാം തന്നെ സാമ്പത്തിക നയങ്ങൾക്ക് പിന്നിൽ മൻമോഹൻ സിംഗിന്റെ കൈകളുണ്ട് എന്നത് നിസ്സംശയം പറയാം. കാരണം ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാർ, മൊറാർജി ദേശായി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിമാർ കാലത്താണ് അദ്ദേഹം 1971 മുതൽ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് പ്രവർത്തിച്ചു വന്നത്. അങ്ങനെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യ വലിയ തരത്തിൽ പ്രതിസന്ധി ഇരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ഇടപെടലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ നിർണായകമായ നീക്കങ്ങളും തീരുമാനങ്ങളും നയങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. അതെല്ലാം തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്ത നിലയിൽ തന്നെ പിന്നീട് രാജ്യത്ത് അടയാളപ്പെടുത്തിയിരുന്നു. ആ നിലയിലുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മെ വിടവാങ്ങിയത്. അതിൻ്റെതായ
പ്രതികരണങ്ങൾ നമ്മൾ ഇന്നലെ തന്നെ കണ്ടിരുന്നു. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും 2004 മുതൽ 2014 വരെ പ്രതിപക്ഷം രൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോഴും മൻമോഹൻ സിംഗ് എന്ന ഒരു സൗമ്യനായ രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി അദ്ദേഹത്തിന്റെ തന്ത്രശാലിയായ ഒരു സാമ്പത്തിക വിദഗ്ധനെ സംബന്ധിച്ച് ആർക്കും തള്ളിക്കളയാൻ കഴിഞ്ഞിരുന്നില്ല. രാജ്യം നോട്ട് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു. GST സംബന്ധിച്ചുള്ള വിമർശനവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പിന്നീട് അത് കാലം ആ ഒരു അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് ശരിയാണ് തെളിയിക്കുന്ന നിലയിലായിരുന്നു ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി പിന്നീട് ഉണ്ടായത്. അപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും മൻമോഹൻ സിംഗിന്റെ നയങ്ങൾ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങൾ സംബന്ധിച്ച് തന്നെയായിരുന്നു അന്ന് കോൺഗ്രസ് എപ്പോഴും മോദി സർക്കാരിനെതിരെ പ്രതിരോധം ഉന്നയിച്ചിരുന്നത്. ആ നിലയിൽ തന്നെയായിരുന്നു പിന്നീട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തെ നമ്മൾ ചർച്ച ചെയ്തും എന്തായാലും ഇപ്പോഴത്തെ ഈ വർത്തമാന കാലഘട്ടത്തിലും മൻമോഹൻ സിംഗിന്റെ 10 വർഷം നീണ്ട അദ്ദേഹത്തിന്റെ ഭരണം സംബന്ധിച്ച് ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ഒരു വ്യക്തി 92-ാം വയസ്സിൽ ഇന്നലെ മരണത്തിന് കീഴടങ്ങി. എന്തായാലും ഇന്ന് ചടങ്ങുകൾ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കൾ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ അതോടൊപ്പം തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഇവിടേക്ക് എത്തും. നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ കോൺഗ്രസിന്റെ അധ്യക്ഷ പദം ഏറ്റെടുത്ത 100ാം വാർഷികാഘോഷം കർണാടകയിലെ ബലഗാവിൽ ആഘോഷിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു മരണ വിവരം എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചും അതോടൊപ്പം രാജ്യത്തെ സംബന്ധിച്ചും ഞെട്ടലുണ്ടാക്കുന്ന ഒരു മരണവിവരം തേടിയെത്തത്. അതുകൊണ്ട് തന്നെ ആ പരിപാടികളെല്ലാം വെട്ടിച്ചുരുക്കി ഇന്നലെ തന്നെ നേതാക്കൾ ബലഗാവിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരുന്നു. ഇന്ന് പുലർച്ചെ നേതാക്കളെല്ലാം തന്നെ എത്തി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പുലർച്ചെ 2 മണിക്ക് തന്നെ ഈ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി ഇന്നലെ ഇദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ച ഘട്ടത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധി എയിംസിലെത്തി രോഗവിവരമെല്ലാം തന്നെ തിരക്കിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അപ്പോഴേക്കും മരണം സംഭവിച്ചു എന്ന വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയും ആശുപത്രിയിലെത്തിയിരുന്നു. എന്തായാലും ഇന്ന് കൂടുതൽ നേതാക്കൾ ഇവിടേക്ക് എത്തും. അതിനുള്ള ക്രമീകരണങ്ങൾ എന്തായാലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഈ ഒരു വശങ്ങളിൽ നടക്കുന്നുണ്ട്. ഇത് വീടിന്റെ 2ാമത്തെ ഗേറ്റാണ്. പ്രധാന ഗേറ്റ് നമുക്കറിയാം ജൻപത്ത് 3 എന്ന ആ ഒരു ഭാഗത്താണ് പ്രധാനപ്പെട്ട ഗേറ്റ്. അതിനുള്ള ക്രമീകരണങ്ങൾ എന്തായാലും ഇപ്പോൾ അവിടെ ഒരുക്കി വരികയാണ്. രാവിലെ 8 മണിയോടെ തന്നെ നേതാക്കളെല്ലാം ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ ഉപരാഷ്ട്രപതി കൂടാതെ മറ്റു മുതിർന്ന നേതാക്കളും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം ഇന്നിവിടെ എത്തും. നാളെയാകും സംസ്കാര ചടങ്ങുകൾ നടക്കൂ എന്ന വിവരമാണ് കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ AICC ആസ്ഥാനത്തും പൊതുദർശനം ഉണ്ടാകും. അത്തരം സമയക്രമങ്ങളെല്ലാം തന്നെ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. വൈകാതെ തന്നെ അത്തരം സമയക്രമങ്ങളെല്ലാം തന്നെ ഒരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ കാണാൻ കോൺഗ്രസ് പാർട്ടിക്ക് അപ്പുറമുള്ള അദ്ദേഹത്തിന്റെ സൗഹൃദ വലയങ്ങൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ആദരിക്കുന്ന നിരവധി നേതാക്കളടക്കം ഇന്നേക്ക് ഇവിടെ എത്തി അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കും. അതോടൊപ്പം തന്നെ മൻമോഹൻ സിംഗ് എന്ന നേതാവിനെ സൗമ്യനായ രാഷ്ട്രീയക്കാരനെ ഇഷ്ടപ്പെടുന്ന ആളുകളും ഇന്നിവിടെ ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്റ്റീന. നിതിൻ അംബുജനാണ് മൻമോഹൻ സിംഗിന്റെ വസതിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം, മികച്ച രാഷ്ട്രീയ ബോധമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നീ വിലയിരുത്തലുകളുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് കഴിഞ്ഞ ദിവസമാണ് വിടവാങ്ങിയത്. പ്രമുഖരൊക്കെ അദ്ദേഹത്തിന്റെ ഈ ഒരു ചരമത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ഓർത്തെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അദ്ദേഹം ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്കും രാജ്യത്തിനും ചെയ്ത വിവിധങ്ങളായ നവസാമ്പത്തിക നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രമുഖർ ഓർത്തെടുത്തിട്ടുണ്ട്. പലപ്പോഴും വളരെ സൗമ്യശീലനായി പ്രതികരിക്കാതെ ഇരിക്കുന്ന മൻമോഹൻ സിംഗ് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും സുപ്രധാനമായ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. നോട്ട് നിരോധനത്തിന് ശേഷം ഓർഗനൈസ്ഡ് ലൂട്ട്, മോണ്യുമെന്റൽ ഡിസാസ്റ്റർ, ലീഗലൈസ്ഡ് പ്ലണ്ടർ, സംഘടിത കൊള്ള എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചരിത്രത്തിൽ രേഖപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ ദാൻ കോണ്ടംപററി മീഡിയ ആൻഡ് ദ ഓപ്പോസിഷൻ ഇൻ പാർലമെന്റ്. ചരിത്രം എന്നോട് ഇന്നത്തെ മാധ്യമങ്ങളെക്കാളും എൻ്റെ പ്രതിപക്ഷത്തെക്കാളും ദയ പുലർത്തും എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വിടവാങ്ങിയ ഈ സമയത്ത് നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കും.